ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിലെ ജീവിതത്തിൽ നമ്മുടെ അടുക്കൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ നിധിയാണ് ഈമാൻ എന്ന് പറഞ്ഞത്. ദുനിയാവിൽ നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല പാതയം എന്നത് നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനുമാണ്. ആ ഈമാൻ എത്ര കണ്ട് നമുക്കുണ്ട് എന്നതനുസരിച്ചാണ് ആഖിറത്തിൽ നമ്മുടെ വിജയം ഉണ്ടാകുന്നത്. ആ ഈമാനിന്റെ കുറവനുസരിച്ച് ആഖിറത്തിൽ നമ്മൾ പരാജയപ്പെടാനും കാരണമായി തീരും. എന്നാൽ ആ ഈമാനിന് പൂർണ്ണത ലഭിക്കുന്ന, ആ ഈമാനിനെ പൂർത്തീകരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെ ഈമാനും പൂർണ്ണമാവുകയില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും എല്ലാത്തിനേക്കാളും നിങ്ങൾ എന്നെ എപ്പോഴാണോ സ്നേഹിക്കുന്നത്, ആ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നത്, അതിനേക്കാളെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആകേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുക. നമ്മൾ സമ്പാദിച്ചെടുത്ത സമ്പത്തിനേക്കാളും, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ പാർപ്പിടത്തെക്കാളും, നമ്മൾ നമ്മുടെ ഇണയായി കാണുന്ന നമ്മുടെ ഇണയെക്കാളും, എല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുണ്ടാകേണ്ടത് നമ്മുടെ റസൂലിനോടാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാവുക. ആ റസൂലിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാവർത്തിയെങ്കിലും റസൂലിന്റെ ചരിത്രം വായിച്ച ആളുകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നതാണ് വസ്തുത. നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടത്, പ്രവാചകന്റെ അനുയായികളാണ് എന്ന് പറയുമ്പോൾ, ആ പ്രവാചകനെ പിൻപറ്റുന്നവരാണ് എന്ന് പറയുമ്പോൾ, ആ റസൂലിനെ കുറിച്ച്, ആ റസൂലിന്റെ ചരിത്രം നമുക്കറിയുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര വലിയ അജ്ഞതയിലാണ്, എത്ര വലിയ ജഹ്ലിലാണ് നമ്മൾ ഉള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ നേതാവിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ചരിത്രത്തിലൂടെ ഒരാവർത്തിയെങ്കിലും, ഒരു വട്ടമെങ്കിലും ചുരുങ്ങിയത് നമ്മൾ വായിക്കേണ്ടതുണ്ട്. അങ്ങനെ വായിക്കുമ്പോഴാണ് റസൂലിനോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം നിറഞ്ഞ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസം നിറഞ്ഞ പ്രവാചകന്റെ ജീവിതത്തിന്റെ ഏടുകളിൽ ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സന്ദർഭം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വഫാത്തിനെ കുറിച്ച് സഹാബാക്കൾക്ക് ചെറിയ ഒരു സൂചന മുമ്പേ നൽകിയിരുന്നു എന്നാണ്. അവസാനത്തെ ഹജ്ജ് കർമ്മത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സഹാബാക്കളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരോട് പറയുന്നുണ്ട്, അയ്യുഹന്ന, ഓ ജനങ്ങളെ, ഇന്നി വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ബിമകാനി ഹാദാ, ഈ സ്ഥലത്ത് വെച്ച്, ഈ ദിവസത്തിന് ശേഷം ഇനി ഒരിക്കൽ നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടും എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഇത് അവസാനത്തെ സംസാരവും ഇത് അവസാനത്തെ കണ്ടുമുട്ടലുമാണ് എന്ന ഒരു സൂചന ഹജ്ജിന്റെ വേളയിൽ നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് യമനിലേക്ക് യാത്ര പറഞ്ഞയക്കുമ്പോൾ, യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്നുകൊണ്ട് പോകുന്നു. മുആദ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ കുതിരയുടെ മുകളിലാണ്. എന്നിട്ട് മുആദിനോട് പറയുന്നത്, ഓ മുആദ്, ഇനി ഒരു വർഷം നീ യമനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പോയി തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ നിനക്ക് എന്നെ കാണാൻ സാധിച്ചു കൊള്ളണമെന്നില്ല.
നീ എന്റെ ഖബറിലൂടെ, നീ എന്റെ പള്ളിയുടെ അരികിലൂടെ ആയിരിക്കും നീ യമനിലെ പ്രബോധനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നീ നടന്നുകൊണ്ട് പോവുക എന്ന് പറയുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്നാണ്. കാരണം മുആദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായിട്ടുണ്ട് ഇത് പ്രവാചകന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന്. അങ്ങനെ ഹിജ്റ 11 സഫർ മാസം 29 തിങ്കളാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മറമാടുന്ന ഒരു ഖബറിന്റെ അടുക്കൽ പോയി, അവിടെ പോയി അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടി, പാപമോചനത്തെ തേടി തിരിച്ചു വരുന്ന ഒരു സന്ദർഭത്തിലാണ് റസൂലിന്റെ തലവേദന അങ്ങേയറ്റം മൂർജിച്ചത് എന്ന്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗത്തിന്റെ തുടക്കം. അങ്ങനെയാണ് നബി തന്റെ ഭാര്യമാരുടെ അടുക്കിലേക്ക് പോവുകയും എന്നിട്ട് ഭാര്യമാരോട് ചോദിക്കുകയുണ്ടായി എന്നാണ്, ഐന അനല്യവും, ഞാൻ ഇന്നേ ദിവസം എവിടെയാണ് താമസിക്കേണ്ടത്? നമ്മൾ ആലോചിക്കേണ്ടത് ആ അവസാനത്തെ സന്ദർഭത്തിൽ പോലും ഭാര്യമാരുടെ ഇടയിൽ അത്രയും അധികം നീതി പാലിച്ച ഒരു പ്രവാചകനെ, ഒരു മനുഷ്യനെ മനുഷ്യകുലത്തിന് ഒരിക്കലും കാണിക്കുവാൻ സാധിക്കുകയില്ല എന്ന് തീർച്ചയാണ്. ഐന അനല്യവും, ഞാൻ നാളെ എവിടെയാണ് എന്ന് ചോദിക്കുകയും അങ്ങനെ ചോദിച്ച് ഭാര്യമാരുടെ അനുമതി വാങ്ങിക്കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മടങ്ങി എന്നാണ്. അങ്ങനെ ഒരു ബുധനാഴ്ച, മരണത്തിന് 5 ദിവസം മുമ്പുള്ള ബുധനാഴ്ച, റസൂലിന്റെ തലവേദനയും വയറുവേദനയും റസൂലിന് അങ്ങേയറ്റം പ്രയാസം സൃഷ്ടിക്കുകയും എന്നാൽ ആ പ്രയാസത്തോടൊപ്പം തന്നെ ഒരു ചെറിയ ആശ്വാസം ലഭിച്ചപ്പോൾ സ്വഹാബാക്കളുടെ കൂടെ റസൂൽ പള്ളിയിലേക്ക് പോവുകയാണ്. ആ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭം ഹദീസിൽ വിവരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 2 ആളുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലിന്റെ കാൽ മണ്ണിലൂടെ ഉരതിക്കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ പുറപ്പെട്ടത് എന്നാണ്. അങ്ങനെ നിസ്കരിച്ച് നിസ്കാരവും കഴിഞ്ഞ് മിമ്പറിലേക്ക് കയറിക്കൊണ്ട് റസൂൽ ചില വാക്കുകൾ പറയുന്നുണ്ട്. റസൂൽ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം തന്നിട്ടുണ്ട്. ദുനിയാവാണോ വേണ്ടത് അതല്ല ആഖിറമാണോ വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ അടിമ തിരഞ്ഞെടുത്തത് ആഖിറമാണ്, അള്ളാഹുവിനെയാണ്, സ്വർഗത്തെയാണ് എന്ന വാക്ക് കേൾക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്നാണ്. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് റസൂലിന്റെ വഫാത്തിലേക്കുള്ള സൂചനയാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഉറപ്പായി. മറ്റുള്ള സഹാബാക്കൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോഴാണ് മനസ്സിലായത് ഇത് റസൂലിന്റെ വഫാത്തിനെ കുറിച്ചാണ് റസൂൽ പറഞ്ഞത് എന്ന്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തന്നെ പ്രകടിപ്പിക്കുകയും എന്നിട്ട് നബി അവിടെ നിന്നുകൊണ്ട് ചില ഉപദേശങ്ങൾ, അവസാനമായി കുറച്ച് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഉപദേശമായി റസൂൽ പറയുന്നത്, അഖ്വഫു മാ അഖാഫു അലൈക്കും മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ സഹറത്തി ദുനിയ. നിങ്ങൾക്ക് ദുനിയാവ് തുറക്കപ്പെടും, മുസ്ലിമീങ്ങൾക്ക് ദുനിയാവ് തുറക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ദുനിയാവിലെ ഓഹരികളിൽ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ വ്യവഹരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. ഇന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? ഏറ്റവും കൂടുതൽ ദുനിയാവിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ദൂരത്തിലും മറ്റുമെല്ലാം ഏത് മതക്കാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു സംശയവും ഇല്ലാത്ത വിധം പറയാൻ സാധിക്കും മുസ്ലിം ഉമ്മത്താണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനം പറഞ്ഞ താക്കീതാണ്, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ദുനിയാവ് മുസ്ലിമീങ്ങൾക്ക് തുറക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ ദുനിയാവിൽ ജീവിച്ച് അശ്രദ്ധമായി ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഒന്നാമത്തെ വസിയത്ത്. രണ്ടാമതായി നബി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കർശനമായി പറഞ്ഞ ഒരു വിഷയമാണ്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ. യഹൂദികൾക്കും നസറാനികൾക്കും അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്താണ് കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന. ഖബറുകളെ ആരാധിക്കുന്ന, അതിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥ യഹൂദികൾക്കും നസറാനികൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. എന്നിട്ട് നബി അടുത്തതായി അവരോട് പറയുന്നത്, നിങ്ങൾ എന്റെ ഖബർ ആരാധനാ കേന്ദ്രമാക്കരുത് എന്നാണ്. നിങ്ങൾ എന്റെ ഖബറിൽ വന്ന് എന്നോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, എന്നോട് നിങ്ങളുടെ ആവശ്യങ്ങൾ തേടുന്ന അവസ്ഥ, എന്നോട് നിങ്ങളുടെ വിഷമങ്ങൾ പ്രകടിപ്പിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്. റബ്ബേ, എന്റെ ഖബറിനെ അങ്ങനെയുള്ള ഒരു ഖബറാക്കി മാറ്റല്ല റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നാണ്. ഒന്ന് ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ചു നോക്കണം. പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രവാചക
പ്രവാചകന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ് ഷിർക്ക് എന്നത്, ഖബറിനെ ആരാധിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നബിയുടെ സ്നേഹം എന്ന നിലക്ക് ഇന്നൊരു സമൂഹം ഖബറിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഖബറിലാണ് അവരുടെ എല്ലാ മതത്തിന്റെയും അവസ്ഥ എന്നും നമുക്ക് കാണാൻ പറ്റും. ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും, അവരുടെ എല്ലാ പരിപാടികളും ഖബറിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്. റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവസാന സമയത്ത് പോലും ഖബറിനെ നിങ്ങൾ ആരാധനാ കേന്ദ്രമാക്കരുത് എന്ന് റസൂൽ പറഞ്ഞ ആ റസൂലിന്റെ വസിയത്ത് സ്വീകരിക്കാൻ സാധിക്കാതെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതിനുവേണ്ടി എന്തൊക്കെ പരിശ്രമങ്ങൾ നടത്തിയാലും റസൂലിന്റെ വസിയത്തുകൾ സ്വീകരിക്കാതെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വെറും വാക്ക് മാത്രമാണ്. ആ വാക്കുകളിൽ നിഫാഖുണ്ടോ എന്നാണ് ഈ പറഞ്ഞ ആളുകൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു വ്യാഴാഴ്ച 4 ദിവസം മാത്രമാണ് റസൂലിന്റെ മരണത്തിന് ബാക്കിയുള്ളത്. ആ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 4 നമസ്കാരങ്ങൾക്കും റസൂൽ നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്നാൽ 5ാമത്തെ ഇശാ നമസ്കാരത്തിന് റസൂലിന് രോഗം മൂർച്ഛിക്കുകയും റസൂലിന് നിസ്കരിക്കാൻ ഇമാമായി നിൽക്കാൻ സാധിച്ചില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ലാ ഹും യന്തളിറൂനക, ഇല്ല റസൂൽ, അവർ നിസ്കരിച്ചിട്ടില്ല, അവർ റസൂലെ താങ്കളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ റസൂൽ വുളു എടുക്കാൻ വേണ്ടി പാത്രം കൊണ്ടുവരാൻ പറയുകയും വുളു എടുക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ വെള്ളം തലയിലേക്ക് ഒഴിക്കുകയും ബോധം വരികയും വീണ്ടും ചോദിക്കുന്നു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? 3 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്തിന് വേണ്ടി ഏൽപ്പിക്കുകയാണ്. എനിക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ റസൂലിന്റെ നിസ്കാരത്തിലുള്ള കണിശതയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഒരു ചെറിയ രോഗം വരുമ്പോഴേക്കും നമ്മൾ നിസ്കാരം ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലിന്റെ സുന്നത്ത് അതല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഏത് പ്രയാസത്തിലും നമ്മൾ നിസ്കരിക്കാൻ വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ജമാഅത്തായി നിസ്കരിക്കാൻ സാധിക്കുന്ന ആളുകൾ ജമാഅത്തിന് തന്നെ എത്തേണ്ടതുണ്ട് എന്ന ഒരു വലിയ പാഠമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ മരണത്തിന്റെ ദിവസം, ആ തിങ്കളാഴ്ച ദിവസത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ തിങ്കളാഴ്ചത്തെ സുബ്ഹി നമസ്കാരത്തിന് നേതൃത്വം നിൽക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീടിന്റെ ജനവാതിൽ തുറന്നുകൊണ്ട് ആ നിസ്കാരത്തിലേക്ക് നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത സന്തോഷം നബിയുടെ മുഖത്ത് പ്രകടമായി എന്നാണ്. സ്വഹാബാക്കൾ നബി നോക്കുന്നത് സ്വഹാബാക്കൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും സന്തോഷിക്കാനുള്ള കാരണം, ഞാൻ മരണപ്പെട്ടാലും എന്റെ സ്വഹാബാക്കൾ, എന്റെ അനുയായികൾ, അവർ നിസ്കാരത്തിൽ കണിശതയുള്ളവരാണ്, അവർ ദീനിൽ കണിശതയുള്ളവരാണ്. അവർ കണ്ടില്ലേ, ജമാഅത്തായി എല്ലാ ആളുകളും ഒരേ കോർവയിൽ ഒരേ സഫിൽ അണിനിന്നുകൊണ്ട് നിസ്കരിക്കുന്ന എന്തൊരു സുന്ദരമായ കാഴ്ചയാണ് എന്റെ ഉമ്മത്തിന്റെ കാഴ്ച എന്നായിരുന്നു പ്രവാചകന്റെ മനസ്സിലുണ്ടായത് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കണ്ടപ്പോൾ പിന്നിലേക്ക് വരാൻ വേണ്ടി, പ്രവാചകനെ കണ്ട ഉടനെ തന്നെ പിന്നിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ, വേണ്ട, ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ എന്ന് ആംഗ്യം കാണിക്കുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതി പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം തുടർന്നു എന്ന. പിന്നെ ആ സുബ്ഹി നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നമസ്കാരവും നമസ്കരിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഒരു ളുഹാ സമയത്താണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഇഹലോകവാസം വെടിയുന്നത് ളുഹയുടെ സമയത്താണ്. പ്രവാചകന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് ചില രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നത്, സാറനി النبي صلى الله عليه وسلم أنه يقبل في وجعه الذي توفي فيه. ഞാൻ മരണപ്പെടും ഫാത്തിമ, എനിക്കിപ്പോഴുള്ള രോഗം കാരണത്താൽ ഈ രോഗത്തോടുകൂടി തന്നെ ഞാൻ മരണപ്പെടും എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. ആ റസൂലിന് അത്രയും മൂർജിച്ച രോഗമുണ്ടാകുന്ന സന്ദർഭത്തിലും സഹാബാക്കൾ ആരും കരുതിയിട്ടില്ല റസൂൽ വഫാത്താകും എന്നൊരിക്കലും ഒരു സ്വഹാബിയും കരുതിയിട്ടില്ല എന്നാണ്.
അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയും വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് ശേഷം എന്നിലേക്ക് ഏറ്റവും അടുത്തു വരുന്നത് നീ ആയിരിക്കും, നിന്റെ മരണമായിരിക്കും ഉണ്ടാവുക. അത് മാത്രമല്ല സ്വർഗത്തിലെ നേതാക്കളുടെ കൂട്ടത്തിലായിരിക്കും നീ ഉണ്ടാവുക, സ്ത്രീകളുടെ നേതാവായിരിക്കും നീ എന്ന് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചിരിച്ചു എന്നാണ്. ആ സന്ദർഭത്തിൽ, ആ തിങ്കളാഴ്ച സന്ദർഭത്തിലും ചില വസിയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ്. അതിലൊന്നാമത്തെ വസിയത്താണ് അസ്സലാത്തു വമാ മലക്കത് ഐമാനുക്കും. റസൂലിന്റെ തൊണ്ട ഇടറുന്നുണ്ട്, റസൂലിന്റെ സംസാരത്തിന്റെ ശൈലി മാറിയിട്ടുണ്ട്. റസൂൽ പറയുന്നത് അസ്സലാ, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നിസ്കരിക്കണം, നിസ്കാരത്തിൽ നിങ്ങൾ കണിശതയുള്ളവരാകണം എന്ന അവസാന സന്ദർഭത്തിൽ നൽകുന്ന വസിയത്ത്. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങൾ ഉടമപ്പെടുത്തുന്ന നിങ്ങളുടെ അടിമകൾ ണ്ടല്ലോ അവരെയും നിങ്ങൾ കൃത്യമായി നോക്കേണ്ടതുണ്ട്, പരിചരിക്കേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു എന്നാണ്. അങ്ങനെ റസൂലിന്റെ മരണത്തെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഒരാളും അങ്ങനെ വേദനിക്കുന്നതായി, അത്രയും അധികം വേദന സഹിക്കുന്നതായി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ്. അത്രയും വേദന പ്രവാചകന്റെ രോഗത്തിലൂടെ പ്രവാചകൻ അനുഭവിച്ചിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അങ്ങനെ മരണത്തിന്റെ തൊട്ടു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കണ്ടുകൊണ്ട് നിൽക്കാൻ സാധിക്കാത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, വാ കർബ അബാ, എന്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലൈസ അലാ അബീക കർബുൻ ബഅദൽ യൗം, ഇന്നേ ദിവസം കഴിഞ്ഞാൽ യാതൊരു വേദനയും എനിക്കില്ല ഫാത്തിമ, ഇത് അവസാനത്തെ വേദനയാണ് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുറഹ്മാൻ വരികയും അബ്ദുറഹ്മാനിന്റെ കയ്യിൽ ഒരു മിസ്വാക്ക് ഉണ്ടായിരുന്നു എന്ന്, ആ മിസ്വാക്ക് റസൂലിന് പല്ല് തേക്കണമെന്ന് തോന്നുകയും അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഉമിനീര് കൊണ്ട് ആ ഒരു മിസ്വാക്ക് എടുത്തുകൊണ്ട് അതിനെ നേർത്ത രൂപത്തിലാക്കി പ്രവാചകന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയും പ്രവാചകൻ പല്ല് തേക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് പ്രവാചകന്റെ അവസാന സമയമാണ്, മരണത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്, അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹുമില്ല, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. ഫിർ റഫീഖിൽ അഅ്ലാ, ഫിർ റഫീഖിൽ അഅ്ലാ, ഫിർ റഫീഖിൽ അഅ്ലാ, ഉന്നതമായ കൂട്ടുകാരിലേക്ക് ഞാൻ യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞു 3 പ്രാവശ്യം ആവർത്തിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കപ്പെടുകയും അങ്ങനെ റസൂൽ ഇഹലോകവാസം വെടിഞ്ഞു എന്നതാണ് ചരിത്രത്തിന്റെ പശ്ചാത്തലം. റസൂല് വഫാത്തായി എന്നറിഞ്ഞ സന്ദർഭത്തിൽ സ്വഹാബാക്കൾക്ക് ഒരാൾക്കും അത് വിശ്വസിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ നമ്മുടെ പ്രവാചകനും തൗറാത്ത് വാങ്ങാൻ പോയതാണ്. ആരെങ്കിലും ഒരാൾ റസൂൽ വഫാത്തായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തല ഞാൻ കൊയ്യും എന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനം എന്നത്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ദേഷ്യത്തോടു കൂടിയായിരുന്നു അത് കണ്ടിരുന്നത്. എന്റെ പ്രവാചകൻ മരണപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവോട് പറയുന്നുണ്ട്, ഇജ്ലിസ് യാ ഉമർ, ഉമർ നീ ഇരിക്കണം, നീ ഇനി മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് ഓതി കൊടുത്തു എന്നാണ്. ആയത്ത് ഓതി കൊടുക്കുകയുണ്ടായി. നിങ്ങൾ മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന ആയത്തിന്റെ ശകലം ഓതി കൊടുത്തു എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. ആയത്ത് കേട്ടപ്പോൾ എന്റെ കാലിൽ നിന്ന് ഞാൻ ഭൂമിയിലേക്ക് ആപതിക്കുമോ, എന്റെ കാലിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ്. ചില സഹാബാക്കൾ പറയുന്നത് ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട് എന്നത് ഞങ്ങൾക്ക് ആ സന്ദർഭത്തിലാണ് ബോധ്യമായത് എന്ന്. ഒരിക്കലും അവർക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്തതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മദീന മൊത്തം പ്രകാശപൂരിതമായിരുന്നു റസൂലിന്റെ വരവോടുകൂടി. എന്നാൽ റസൂലിന്റെ മരണത്തോടുകൂടി മദീന മൊത്തം ഇരുട്ടിലാകുന്ന ഒരവസ്ഥയായിരുന്നു റസൂലിന്റെ മരണത്തോടുകൂടി ഉണ്ടായത് എന്നാണ്. അങ്ങനെ റസൂലിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും കുളിപ്പിക്കുമ്പോൾ റസൂലിന്റെ വേഷം എന്ത് ചെയ്യണം, റസൂലിന്റെ വസ്ത്രം അഴിച്ചു
മറിച്ചു മാറ്റണോ എന്ന ചർച്ചയുണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബാക്കൾക്ക് ഒരു ഉറക്കമുണ്ടാക്കി കൊടുത്തു എന്നാണ്. അങ്ങനെ ആ ഉറക്കത്തിൽ അവർക്ക് ബോധ്യമായി. ഒരാൾ വിളിച്ചു പറയുന്നു റസൂലിന്റെ വസ്ത്രം അഴിക്കേണ്ടതില്ല, ആ വസ്ത്രത്തോടു കൂടി തന്നെ റസൂലിനെ കുളിപ്പിക്കണമെന്ന് പറയുകയും ആ വസ്ത്രത്തോടു കൂടി തന്നെ കുളിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ റസൂലിന്റെ മയ്യത്തും എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി ആ മയ്യത്ത് വെക്കുന്നു. നിസ്കരിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ഒറ്റക്കൊറ്റക്കായിരുന്നു പ്രവാചകന് വേണ്ടി നിസ്കരിച്ചത്. ആരാണ് പ്രവാചകന് വേണ്ടി ഇമാമ നിൽക്കുക? പ്രവാചകൻ നമുക്ക് വേണ്ടി ഇമാമ നിന്നതല്ലേ, ആർക്കും ഇമാമ നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ എല്ലാ ആളുകളും, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെല്ലാം ഒറ്റക്കൊറ്റക്കായിക്കൊണ്ട് പ്രവാചകന് വേണ്ടി നിസ്കരിച്ചു. ആ നിസ്കാരവും കഴിഞ്ഞ് പ്രവാചകനെ മറമാടുന്ന ആ സന്ദർഭത്തിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രവാചകന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയെറിയാൻ നിങ്ങൾക്ക് തോന്നിയത്? അതാബത് അൻഫുസുകും, നിങ്ങളുടെ നഫ്സ് അതിന് നിങ്ങൾക്ക് സമ്മതം നൽകിയിരുന്നോ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അനുഭവിച്ച ഏറ്റവും വലിയ മുസീബത്ത്, നമുക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ നഷ്ടപ്പെടൽ അത് പ്രവാചകന്റെ വഫാത്താണ് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ റസൂലിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെ എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാചകനെ പിൻപറ്റേണ്ടത് ആ പ്രവാചകന്റെ ജീവിതം പഠിച്ചുകൊണ്ടാണ്. പ്രവാചകൻ എങ്ങനെ ജീവിച്ചു അതുപോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ വസ്ത്രം, നമ്മുടെ വേഷവിധാനം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ എല്ലാം പ്രവാചകനെ പോലെ ആകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതല്ലാതെ കുറെ ശബ്ദങ്ങൾ ഉണ്ടാക്കി, കുറെ കോലാഹലങ്ങൾ ഉണ്ടാക്കി, നാട്ടിലൂടെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞതുകൊണ്ട് പ്രവാചക സ്നേഹം ആവുകയില്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. പ്രവാചകന്റെ മരണത്തിന് ശേഷം എത്ര കാലം സ്വഹാബാക്കൾ ജീവിച്ചു എന്നുകൂടി നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഹിജ്റ 11-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് എങ്കിൽ ഏറ്റവും അവസാനത്തെ സ്വഹാബി മരണപ്പെടുന്നത് ഹിജ്റ 102-നാണ്. 99 വർഷക്കാലം അതിനിടയിലുണ്ട്. അതിനിടയിൽ ഒരു റബീഉൽ അവ്വൽ, എത്ര റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. 40 വർഷക്കാലം ഖുലഫാഉർ റാഷിദുകളുടെ ഭരണമാണ്. അവരാരും തന്നെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഒന്ന് ചെയ്തതായി നമുക്കറിയില്ല സഹോദരന്മാരെ. അവർ ചെയ്തിട്ടില്ല എന്നത് തീർച്ചയാണ്. അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പിച്ചു പറയും, നമ്മൾ സ്നേഹിച്ചതിനേക്കാളും അവർ റസൂലിനെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ടും അവരെന്തുകൊണ്ട് ചെയ്തില്ല? അതൊരു സ്നേഹത്തിന്റെ പ്രകടനമായി അവർ കണ്ടിട്ടില്ല എന്നാണ്. റസൂലിനെ അങ്ങനെയല്ല സ്നേഹിക്കേണ്ടത് എന്നാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആളുകളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ എന്നതല്ലല്ലോ ദീനിലുള്ള തെളിവ്. ദീനിൽ തെളിവാകണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരണം. അത് സ്വഹാബാക്കൾ നമുക്ക് കാണിച്ചു തരണം. ആ സ്വഹാബാക്കൾ 99 വർഷക്കാലം ജീവിച്ചിട്ട് ഒരു റബീഉൽ അവ്വലിൽ ഒരു നബിദിനം ആഘോഷം പോലും ആഘോഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ആഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. എന്തൊക്കെയാണ് പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നാട്ടിൽ അതിന്റെ പേരിൽ നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. വസ്ത്രത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല, ഒരു ശ്രദ്ധയുമില്ലാത്ത ആളുകൾ, അവരുടെ മുടിയുടെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു ശ്രദ്ധയും ആ മുടിയെടുക്കുന്ന വിഷയത്തിൽ എങ്ങനെയാണ് മുടിയെടുക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലും പാലിക്കാതെ പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് അത് കാപട്യമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അത് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അവസാന കാലമാകുമ്പോൾ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ മ്യൂസിക്കുകളെ, ഹറാമായ മ്യൂസിക്കിനെ ഹലാലാക്കുന്ന അവസ്ഥയുണ്ടാകും. എന്താണ് ഇന്ന് നടക്കുന്നത്? പ്രവാചകന്റെ പേരിൽ മദ്ഹ് എന്നും പറഞ്ഞുകൊണ്ട് അതിൽ മ്യൂസിക്കും വെച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ അതിങ്ങനെ പ്രചരിപ്പിക്കുന്ന അവസ്ഥ. ആരൊക്കെയാണോ അത് കേട്ടുകൊണ്ടിരിക്കുന്നത് അവർ കേൾക്കുന്ന തിന്മയും ഈ പറഞ്ഞ ആളുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നുള്ളതാണ്. ഇതില് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് കൂടുകയല്ലാതെ കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. പ്രവാചകന്റെ സ്നേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എല്ലാ കോപ്രായങ്ങളും ഇനി വർദ്ധിക്കുക എന്നല്ലാതെ യാതൊരു കുറവും ഇതിലുണ്ടാകും
ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞ ആളുകൾ, ഈ സത്യം മനസ്സിലാക്കിയ ആളുകൾ ചെയ്യേണ്ടത് കർശനമായി കൊണ്ട് ഇതിനെ നമുക്ക് എതിർക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ആളുകളെ ഉത്ബുദ്ധരാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? നബിയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, നബിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. സഹാബാക്കൾ അത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. സഹാബാക്കൾ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അതിൽ നമ്മളായിരിക്കണം മുമ്പിൽ ഉണ്ടാകേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാവിധം പിൻപറ്റുന്ന, റസൂലിന്റെ ജീവചരിത്രം ഒരാവർത്തിയെങ്കിലും വായിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ പിൻപറ്റുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണ് വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ഖുതുബകളിലും, ഏത് മുസ്ലിം പള്ളികളിൽ പോയി കഴിഞ്ഞാലും എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്ന വാചകമാണിത്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് പുതുതായി ദീനിൽ ഉണ്ടാക്കിയതെല്ലാം ബിദ്അത്താണ് എന്നാണ്. അത് പുതുതായി ഉണ്ടാക്കപ്പെട്ട കർമ്മങ്ങളാണ്. വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ പുതുതായ കർമ്മങ്ങളും അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. അതായത് ഒരു ഗ്ലാസ്സിൽ ഒരു വെള്ളത്തെ നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ്സിൽ ഒരു നല്ല വെള്ളമുണ്ട്, ആ വെള്ളത്തിലേക്ക് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം പുറത്തേക്കാണ് എന്ത് ചെയ്യുക? ചെല്ലുക എന്നുള്ളതാണ്. പുറത്തേക്കാണത് പോകുക. അതേപോലെയാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഞാൻ ദീൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് എന്നാണ്. ദീന് പൂർണ്ണമാണ്. അതിലേക്ക് ഇനി ഒരു കർമ്മങ്ങളുടെയും ആവശ്യമില്ല, ഒരു സൽക്കർമ്മത്തിന്റെയും ആവശ്യമില്ലാത്ത വിധം ദീൻ വളരെ കൃത്യവും വളരെ പൂർണ്ണതയോടുകൂടിയിട്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് ദീൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണോ നബി അന്ന് ചെയ്തത് അത് തന്നെയാണ് നമ്മൾ ഇന്നും ചെയ്യേണ്ടത്. പുതുതായി ഒന്നും തന്നെ അതിലേക്ക് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നാണ്. പുതുതായി വർദ്ധിപ്പിക്കുന്നത് ബിദ്അത്തുകൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ബിദ്അത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന പുത്തനാചാരങ്ങളൊക്കെ ചില സാധാരണക്കാരെങ്കിലും ചെയ്യുന്നത് നല്ലതല്ലേ, റസൂലിനോടുള്ള സ്നേഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ആളുകൾ തിരിച്ചറിയേണ്ട ഒരു തിരിച്ചറിവുണ്ട്. നാളെ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നാളെ അന്ത്യദിനത്തിലേക്ക് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഉമ്മത്തിനെ ഹൗലുൽ കൗസർ കുടിക്കാൻ വേണ്ടി ഉമ്മത്തിലെ ഓരോ ആളുകളെയും റസൂൽ വരവേൽക്കുന്നുണ്ട്. റസൂലിന് തന്റെ ഉമ്മത്തിനെ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഉമ്മത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അവരുടെ കൈകൾ വുളൂഇന്റെ ബലത്താൽ അവരുടെ കൈകൾ വെളുത്തിരിക്കുമെന്നാണ്. അങ്ങനെ ഉമ്മത്തിനെ മനസ്സിലാക്കുകയും ഉമ്മത്തിനെ ഹൗലുൽ കൗസറിലേക്ക് വരവേൽക്കുമ്പോൾ ചില ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു നിർത്തും. ചില ആളുകൾക്ക് അല്ലാഹു മറയിടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് റബ്ബേ, അവർ എന്റെ ഉമ്മത്താണല്ലോ, എന്തിനാണ് നീ അവരെ തടയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിനക്കറിയില്ല പ്രവാചകരെ എന്താണ് നിനക്ക് ശേഷം അവർ പുതുതായി ദീനിൽ ഉണ്ടാക്കിയത് എന്ന് നിനക്കറിയില്ല എന്നാണ്. അതുകൊണ്ട് അവർ ഹൗലുൽ കൗസറിൽ നിന്ന് തടയപ്പെടും. ഹൗലുൽ കൗസർ അവർക്ക് കൊടുക്കുകയില്ല, അവരെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മകളിൽ വെച്ച്, ഹറാമുകളിൽ വെച്ച് ഏറ്റവും വലിയ ഹറാമുകളാണ് ബിദ്അത്തുകൾ എന്ന് പറയുന്നത്. ആ ബിദ്അത്തിൽ നിന്ന് പിന്മാറി വരിക എന്നത് വളരെ പ്രയാസമുള്ള വിഷയമാണ്. ഒരു കള്ളു കുടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അറിയാം അവൻ ചെയ്യുന്നത് ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന ബോധ്യം അവന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ട്. എത്ര തന്നെ അത് ഹറാമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുടിച്ചാലും മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇത് കുടിക്കാൻ പാടില്ലാത്തതാണ് എന്ന ഒരു തോന്നൽ അവനുണ്ടാകും. എന്നാൽ ബിദ്അത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. തൗബ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന്.
പണ്ഡിതന്മാർ പറയുന്നത് തൗബ ചെയ്യാൻ അവർക്ക് തൗഫീക്ക് ലഭിക്കാതെ പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ ദീന് അല്ലാഹുവിനെ നിങ്ങളാണോ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതല്ല അല്ലാഹു അല്ലേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടത് എന്നാണ്. 6000 ചില്ലാനം ആയത്തുകളിലൂടെ അതേപോലെ തന്നെ ലക്ഷക്കണക്കിന് ഹദീസുകളിലൂടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി യാതൊന്നും തന്നെ കൂട്ടാനോ കുറക്കാനോ ഇല്ല എന്ന തിരിച്ചറിവും എന്ന സത്യവും ഓരോ സാധാരണക്കാരും തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും ഓരോ പുതിയ കർമ്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോഴും അതൊന്നും റസൂൽ പഠിപ്പിച്ചതാണോ അല്ലേ എന്നതിലേക്കുള്ള ഒരു നോട്ടം എന്ന ഒരു പഠനം നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതല്ലാതെ കാലങ്ങൾ കഴിയുമ്പോൾ പുതുതായി ഒരുപാട് കർമ്മങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം സ്വീകരിച്ച് അതിന്റെ ബാക്കിലൂടെ അതിന്റെ പിന്നിലൂടെ നടക്കുക, അതിന്റെ ആളുകളായി മാറുക എന്നതല്ലല്ലോ നമ്മൾ ചെയ്യേണ്ട നിലപാട്, നമ്മൾ എടുക്കേണ്ട നിലപാട് എന്നത്. മറിച്ച് ദീനിന്റെ വിഷയത്തിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകേണ്ടതുണ്ട്, വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ബിദ്അത്തുകൾ ഒഴിവാക്കുക, പുത്തനാചാരങ്ങൾ ഒഴിവാക്കുക, ഉള്ളത് തന്നെ ചെയ്യാൻ ഒരുപാടുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. എത്ര വീഴ്ചകൾ ആ കർമ്മത്തിലുണ്ട്, ഇനിയും എത്ര ചെയ്യാൻ ബാക്കിയുണ്ട്, എത്ര നിർബന്ധമായ കർമ്മങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ട്, എത്ര ഹറാമുകൾ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊന്നും വിട്ടുനിൽക്കാതെ, ഇതിൽ നിന്നൊന്നും തൗബ ചെയ്യാതെ ഇനിയും നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നത് അവർ വിചാരിക്കുന്നത് അവർ സൽക്കർമ്മമാണ് ചെയ്യുന്നത് എന്നാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ടത് അവർ നന്മയല്ല ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുക, ദീനിന്റെ വിഷയത്തിൽ കണിശതയുള്ളവരാവുക, എല്ലാത്തിനെയും ആഘോഷത്തിന്റെ ഒരു കണ്ണിലൂടെ കാണുക എന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യാഥാർത്ഥ്യത്തോട് കൂറ് പുലർത്തിക്കൊണ്ട് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം സ്നേഹിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.